ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളോടും ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഓ നല്ലവനായ ഈശോയെ, അങ്ങ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ പാപികളും എളിയവരുമായ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ വേദനയുടെ ആധിക്യത്തിൽ, ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ ഈശോയെ. ഓ പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ നിമിഷം പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ വചന വിചിന്തനം നടത്തുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളാലും ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ഈ വചന ശുശ്രൂഷയുടെ ഈ വേളയിൽ ഞങ്ങളുടെ ചാരത്തായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യണമേ. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായിൽ ഒത്തിരി സ്നേഹമുള്ളവരെ, ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ പരാതി ഇതാണ്: അച്ഛാ, സഹനം കൂടുമ്പോൾ പ്രാർത്ഥന വരില്ല. ജീവിതത്തിൽ ഒത്തിരിയധികം ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഏകാന്തതയിലൂടെ കടന്നു പോകുമ്പോൾ, രോഗശയ്യയിലായിരിക്കുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷേ പ്രാർത്ഥന അങ്ങോട്ട് വരുന്നില്ല. ഇനി നല്ല ആരോഗ്യമുള്ള സമയത്താണെങ്കിലും സന്തോഷമുള്ള സമയത്താണെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും പലപ്പോഴും പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നില്ല. നമ്മൾ പലതരത്തിലുള്ള സമൂഹ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നവരാണല്ലോ. വിശുദ്ധ ബലിയിൽ നമ്മൾ സജീവമായിട്ട് പങ്കെടുക്കുന്നവരായിരിക്കാം, സന്ധ്യാപ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള കൂദാശ പരികർമ്മങ്ങളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്: നമുക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും അറിയാമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് ഞാനായിട്ട് പറയുന്നതോ പഠിപ്പിക്കുന്നതോ അല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നതാണ്: വേണ്ട വിധം പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ഒരു മണിക്കൂറിൽ നമ്മൾ ഈശോയെ വിളിച്ച്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ വചനം ശ്രവിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാർ യാചിച്ചതുപോലെ ഞങ്ങളും യാചിക്കുന്നു, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്കും, അത് കുടുംബജീവിതം നയിക്കുന്നവരായിക്കൊള്ളട്ടെ, സന്യസ്തരായിക്കൊള്ളട്ടെ, ഏകസ്ഥ ജീവിതം നയിക്കുന്നവരായിക്കൊള്ളട്ടെ, പ്രാർത്ഥിക്കുവാനായിട്ട് പരമപ്രധാനമായിട്ട് 3 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇത് 3ഉമില്ലാതെ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കരുതേ. അതിലൊന്നാമത്തെ കാര്യം ദൈവകൃപയാണ്. കൃപയാണ് എല്ലാത്തിൻ്റെയും ആരംഭം. പരിശുദ്ധാത്മാവ്, ദൈവകൃപ, ഇതില്ലാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമതായി വേണ്ടത് ഒരു ഇമേജ് ഓഫ് ഗോഡാണ്. ദൈവത്തെക്കുറിച്ചുള്ള നല്ല ഒരു ചിത്രം, നല്ലൊരു രൂപം. ഇതുണ്ടെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള മനോഭാവമുണ്ട്. അത് എളിമയുടെ മനോഭാവമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇത് ഇല്ലാതെ നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് എളിമയിൽ തന്നെ ആരംഭിക്കാം. പ്രിയ സഹോദരങ്ങളെ, സഭയുടെ പ്രബോധനമനുസരിച്ച് വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്, ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുക അസാധ്യമാണ്. എളിമയാണ് പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള മനുഷ്യൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട്
അഹന്തയുടെയും തന്നിഷ്ടത്തിൻ്റെയും ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇനിയൊട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് ദൈവം കേട്ടുവെന്ന് വരില്ല കേട്ടോ. പഴയ നിയമത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. അവിടെ 2 സഹോദരന്മാരുണ്ട്. നമുക്കറിയാം അവരെ. കായേനാണ് ആദ്യത്തെ കഥാപാത്രം, രണ്ടാമത്തേത് ആബേലാണ്. കായേനും ആബേലും പ്രാർത്ഥിക്കുന്നു. അവർ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ കായേൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, അവൻ്റെ ബലി സ്വീകാര്യമാകുന്നില്ല. എന്നാൽ എളിയവനായ വിനീത ഹൃദയനായ ആബേലിൻ്റെ ബലി അത് ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോയും തൻ്റെ ഉപമകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മക്കളെ, എളിമയുള്ള ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു ഉപമയുണ്ട്. ചുങ്കക്കാരൻ്റെയും ഫരിസേൻ്റെയും ആ ഒരു ഉപമ. ഈ ഒരു ഉപമയിൽ നമ്മൾ കാണുന്ന വീണ്ടും 2 കഥാപാത്രങ്ങളാണ്. ഒരാൾ ദൈവത്തോട് ചേർന്നത് കൊണ്ടുകൊണ്ട് ഏറ്റവും മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അയാളുടെ പ്രാർത്ഥന അഹന്തയുടെയും തന്നിഷ്ടത്തിൻ്റെയും ഔന്നത്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നില്ല. എന്നാൽ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്. എളിമയോടുകൂടി, പാപബോധത്തോടുകൂടി, വിനയത്തോടുകൂടി നിൽക്കുന്ന ചുങ്കക്കാരൻ്റെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് ദൈവം കേൾക്കുന്നുണ്ട്, അത് ദൈവം കാണുന്നുണ്ട്. അവനെ ദൈവം കാണുകയും അവനെ ദൈവം ശ്രവിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിഗത പ്രാർത്ഥനയിൽ, സമൂഹ പ്രാർത്ഥനയിലൊക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണല്ലോ എളിമ. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്ന അല്ലെങ്കിൽ വായിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും എളിമയുടെ പ്രാർത്ഥനകളാണ്. നമുക്കൊക്കെ സുപരിചിതമായ കർത്തൃ പ്രാർത്ഥന തന്നെ നമുക്ക് ഉദാഹരണമായിട്ടെടുക്കാം. ഇന്നൊന്ന് വായിച്ചു എങ്കിലും നമ്മളിവിടെ വായിക്കുന്നത്, പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. നോക്കുക, എളിമയുടെ മനോഭാവമാണ് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഓരോ വാക്കിലും ഓരോ വചനത്തിലും അലയടിച്ച് കാണുന്നത്. എളിമയില്ലാതെ, ദൈവാശ്രയ ബോധമില്ലാതെ ഒരിക്കലും സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന എന്നെക്കൊണ്ട് ചൊല്ലുവാനായിട്ട് സാധിക്കത്തില്ല. ഇനി അതുപോലെ തന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്ന മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. എളിമയുടെ പ്രാർത്ഥനയാണതെന്ന് നമുക്കൊന്ന് വ്യക്തമാക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ആ വിനയാന്വിതമായ മനോഭാവം നമുക്ക് ധ്യാന വിഷയമാക്കേണ്ടിയിരിക്കുന്നു. അവൾ പറയുന്നത് ശ്രദ്ധിക്കുക, താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുന്നു. കാരണം താഴ്മയുള്ളവർക്കാണ് ദൈവാശ്രയ ബോധമുള്ളതും താഴ്മയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നതും. അപ്പോൾ വിനയമാണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ 1-ാമത്തെ ഘടകമെന്ന് തിരുവചനവും തിരുസഭയും നമ്മെ പഠിപ്പിക്കുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ, എളിമയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനാവും. അഹന്ത തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന അത് അസാധ്യമായിട്ട് മാറുകയും ചെയ്യും. സ്ലീഹന്മാരുടെ ഉദാഹരണം നമുക്കെടുക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം നമ്മൾ കണ്ടു കഴിഞ്ഞു. അവർ എളിമയോടെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ഈശോയെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുന്നത്. അവിടെ അവർക്ക് എളിമയുണ്ടായിരുന്നു, ശിശുസഹജമായ ദൈവാശ്രയ ബോധമുണ്ടായിരുന്നു. എന്നാൽ കാലം കഴിയുന്നതോടെ, കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ സ്ലീഹന്മാരുടെ ഈ എളിമ കൈമോശം വന്നു പോവുകയാണ് ചെയ്യുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്, പുതിയ ഉടമ്പടി ഈശോ സ്ഥാപിക്കുന്നു, അന്ത്യാത്താഴം അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നു. അതിനുശേഷം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതിനെക്കുറിച്ച് ഒരു തർക്കത്തിൽ ഇവർ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, അവരിലെ ദൈവാശ്രയ ബോധ്യം അന്യം നിന്ന് പോയിരിക്കുന്നു. അവരുടെ എളിമ അവർക്ക് കൈമോശം വന്നു പോയിരിക്കുന്നു. ആകെ കൈമുതലായിട്ടുള്ളത് അവർക്ക് അഹന്തയാണ്. അതിനുശേഷം സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈശോയോടൊപ്പം അപ്പം മുറിച്ച് ഭക്ഷിച്ചതിന് ശേഷം അവർ ഗെത്സമനിയിലേക്ക് പോകുന്നു. പ്രാർത്ഥിക്കുവാനായിട്ടാണ് അവർ ഈശോയുടെ ഒപ്പം പോകുന്നത്. പക്ഷേ ഗെത്സമനിയിലായിരുന്നു കൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അവർ മടുത്തിട്ടോ ക്ഷീണിച്ചിട്ടോ ഒന്നും അല്ലായിരുന്നു. അഹങ്കാരം മൂത്തത് കൊണ്ട് തന്നെയായിരുന്നു അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോയത്. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് ഷണ്ഠ കൂടിയതിന് ശേഷമാണ് ഈശോയോടൊപ്പം അവർ ഗെത്സമനിയിലേക്ക് പോകുന്നത്. അവിടെ അവർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല.
തളർന്നു കിടന്നുറങ്ങുവാൻ മാത്രമേ അവരെ കൊണ്ട് കഴിയുന്നുള്ളൂ. ഏറ്റവും സ്നേഹമുള്ളവരെ, എളിമയുടെ ഒരു മനോഭാവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിനയാന്വിതരായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിലുടനീളം കാണുന്ന ഓരോ പ്രാർത്ഥനകളും, യേശുവിൻ്റെ വ്യക്തിഗതമായ പ്രാർത്ഥനകളും, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എളിമയുടെ സുവിശേഷമാണ്. എളിമയുള്ളവർക്ക് മാത്രമേ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈശോ നമ്മളോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കുവിൻ. കാരണം അവർക്കാണല്ലോ ദൈവാശ്രയബോധവും എളിമയുമൊക്കെ എപ്പോഴുമുള്ളത്. ഇനി പ്രാർത്ഥനയ്ക്ക് അനിവാര്യമായിട്ടുള്ള രണ്ടാമത്തെ ഘടകമാണ് ആൻ ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ രൂപം, ഒരു വ്യക്തമായ ധാരണ, അല്ലെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം. ആ ഒരു രൂപം എൻ്റെ ഹൃദയത്തിൽ പതിയുന്നില്ലെങ്കിൽ പലപ്പോഴും എനിക്ക് പ്രാർത്ഥന അസാധ്യമായിട്ട് വരും. നമ്മളൊക്കെ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. നാം ഒരു വ്യക്തിയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്നേഹിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊരു വ്യക്തിയെക്കുറിച്ച് ഒരു നല്ല ചിത്രം എൻ്റെ മനസ്സിലുള്ളപ്പോഴാണ് എനിക്ക് ആ വ്യക്തിയെ ഉള്ളു തുറന്ന് സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോഴൊരു അപ്പനും അമ്മയുമാണെങ്കിൽ, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ, ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ചുള്ള ഒരു നല്ല ഇമേജ് മനസ്സിലുണ്ടെങ്കിൽ അവൾക്ക് സ്വന്തം ഭർത്താവിനോട് വലിയ സ്നേഹവും അടുപ്പവും തോന്നിക്കും. ഒരപ്പന് മകനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അപ്പന് മകനെക്കുറിച്ചുള്ള നല്ല ഒരു ചിത്രമുണ്ട്. ഇനി സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലായാൽ പോലും സ്നേഹത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്പർക്കത്തിൻ്റെ, സംഭാഷണത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പരസ്പരം നാം കാത്തു സൂക്ഷിക്കുന്ന നല്ല ചിത്രങ്ങളാണ്, നല്ല ഇമേജുകളാണ്. ഇനി ദൈവവുമായിട്ടും എനിക്ക് സമ്പർക്കം പുലർത്തുവാൻ സാധിക്കണമെങ്കിൽ എനിക്കെൻ്റെ ഈശോയെക്കുറിച്ച് നല്ലൊരു ഇമേജ് വേണം. ഈശോയുടെ ഒരു നല്ല രൂപം, നല്ലൊരു ചിത്രം എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടണം, പതിയണം. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും വ്യസനസമേതം ഞാൻ പറയുകയാണ്, പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള നല്ല ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ്. തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തെക്കുറിച്ച് വ്യക്തവും സുദൃഢവുമായ ചിത്രങ്ങളാണ് അവരുടെ മനസ്സിലുള്ളത്. നമ്മൾ ആദ്യം എടുത്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്തോത്രഗീതം തന്നെ ഒരിക്കൽ കൂടെ ധ്യാന വിഷയമായിട്ട് എടുക്കാം. അവിടെ പരിശുദ്ധ അമ്മ ദൈവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സന്ദേശമാണത്. അമ്മയ്ക്ക് ദൈവത്തെക്കുറിച്ച് വ്യക്തവും വളരെ ക്ലിയറുമായിട്ടുള്ള ചിത്രമുണ്ട്. ആ സ്തോത്രഗീതത്തിലുടനീളം അവൾ വിളിച്ചറിയിക്കുകയാണ്, ദൈവം രക്ഷകനാണ്, അഗതികളെ ഉയർത്തുന്നവനാണ് ദൈവം, കരുണാമയനാണ് ദൈവം, അവൻ ശക്തനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദൈവത്തെക്കുറിച്ചുള്ള നല്ല നല്ല ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, അമ്മയ്ക്ക്, പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു ബോധ്യമുണ്ടായിരുന്നു. ഒരു രൂപം, ഒരു ചിത്രം എപ്പോഴും അവളുടെ വിമല ഹൃദയത്തിൽ അവൾ കാത്തു സൂക്ഷിച്ചിരുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലും ഈശോ വെറും ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തൻ്റെ പിതാവിനെക്കുറിച്ച് നല്ലൊരു ചിത്രം അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ വരച്ചിടുകയാണ്. പിതാവ് സ്വർഗത്തിലാണ്. സ്വർഗത്തിലിരിക്കുന്ന കരുത്തനും പ്രബലനുമായൊരു ദൈവം മാത്രമല്ല അവിടുന്ന്, അവൻ പിതാവായ ദൈവം, അവൻ നമ്മുടെ അപ്പനാണ്. അബ്ബ എന്ന് വിളിക്കുവാനായിട്ട് നിന്നെക്കൊണ്ട് കഴിയണം. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ നമ്മൾ പഠിക്കുന്നത് ദൈവം പിതാവാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ പപ്പയാണ്, എൻ്റെ അബ്ബായാണ് എന്നൊരു ബോധ്യമാണ്. അപ്പോൾ ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ, സ്വർഗസ്ഥനായ ദൈവം എൻ്റെ അപ്പനാണെന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആ കർത്തൃ പ്രാർത്ഥന അർത്ഥസമ്പുഷ്ടമായിട്ട് ചൊല്ലുവാനായിട്ട് എനിക്കും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്തോത്രഗീതത്തെക്കുറിച്ച് ധ്യാനിച്ചു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, അതും നമ്മൾ ധ്യാനിച്ചു. രണ്ടിടത്ത് നമ്മൾ കണ്ടു, എളിമയാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള മനോഭാവം. ആൻഡ് ഇമേജ് ഓഫ് ഗോഡ് ഈസ് നീഡഡ്. ദൈവത്തെക്കുറിച്ചുള്ള നല്ല ഒരു രൂപം വേണം. തിരുവചനത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയുമായിട്ട് ഈശോ സംഭാഷണത്തിലേർപ്പെടും. ഈ സമറിയാക്കാരി സ്ത്രീക്ക് ആ സംഭാഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈശോയെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഈശോ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഈശോയെക്കുറിച്ചുള്ള നല്ലൊരു രൂപം അവളുടെ ഹൃദയത്തിലില്ല. അതുകൊണ്ട് തന്നെ അല്പം മുഷിച്ചിലോടുകൂടി തന്നെയാണ് അവൾ സംഭാഷണം ആരംഭിക്കുന്നത്. പക്ഷേ കൂടുതൽ ഈശോയെ അടുത്തറിയുന്നതോടുകൂടി, ഈശോയോട് കൂടുതൽ സംഭാഷണം നടത്തുവാൻ കഴിയുന്നതോടുകൂടി അവളുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചും യേശുനാഥനെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു ചിത്രം രൂപപ്പെടുകയാണ്. അങ്ങനെ അവൾക്ക് മാനസാന്തരമുണ്ടാകുന്നു. യേശുവിനെ അവരുടെ ഗ്രാമത്തിൽ വസിക്കുവാനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ
ഹൃദയത്തിൽ രൂപമില്ലാതിരുന്നിട്ടും ദൈവവുമായിട്ട് അല്ലെങ്കിൽ യേശുവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ ഒരു പുത്തൻ ചിത്രം ഉണ്ടാക്കിയെടുത്ത മറ്റൊരു വ്യക്തിയുമുണ്ട് തിരുവചനത്തിൽ. അത് മറ്റാരുമല്ല, മാർത്തയാണ്. നമുക്കറിയാം, മാർത്തയെ ഈശോ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈശോ മാർത്തയോട് പറയുന്നുണ്ട്, മാർത്ത മാർത്ത, നീ അനേക കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്ത തൻ്റെ സഹോദരനായ ലാസർ മരിച്ചതിന് ശേഷം ക്രിസ്തുവിനെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസത്തോടുകൂടി വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവൾ വിശ്വാസ പ്രഘോഷണം നടത്തുകയുമാണ് ചെയ്യുന്നത്. അവളുടെ വിശ്വാസ പ്രഘോഷണത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-27 തിരുവചനങ്ങളിൽ നാം കാണുന്നത് ക്രിസ്തു പുനരുത്ഥാനവും ജീവനുമാണ് എന്നുള്ള ചിത്രമാണ്. നോക്കുക, ക്രിസ്തുവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ, സംഭാഷണത്തിലൂടെ, സുഹൃത്ത് ബന്ധത്തിലൂടെ മാർത്ത തൻ്റെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ച് നല്ലൊരു ചിത്രം രൂപീകരിക്കുന്നു. അതുവഴിയായിട്ട് അവൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. വിശാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇതുപോലെ പ്രാർത്ഥിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയുന്നുണ്ടോ? നിങ്ങളെക്കൊണ്ട് കഴിയുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ഹൃദയത്തിലുള്ള ചിത്രം എന്താണ്? ദൈവം എപ്പോഴും ശിക്ഷിക്കുന്ന ദൈവം എന്നുള്ള ദൈവമാണോ എൻ്റെ ഹൃദയത്തിലുള്ള ചിത്രം? പൊറുക്കില്ലാത്ത, ക്ഷമിക്കില്ലാത്ത, എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവമാണോ അങ്ങ് സ്വർഗത്തിലിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ് എൻ്റെ മനസ്സിൽ ഞാൻ വരച്ച് ഇട്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തില്ല. ഒരു ഉദാഹരണം പറയാം. താലന്തുകളുടെ ഉപമയിൽ ഒരു താലന്ത് മാത്രം കിട്ടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? തൻ്റെ യജമാനൻ വന്നപ്പോൾ ഒരു ഡയലോഗ് പറയുകയാണ് ചെയ്യുന്നത്. യജമാനനെ മുറിപ്പെടുത്തുന്ന ഒരു ഡയലോഗ്. നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനാണ് യജമാനനെ എന്ന് പറഞ്ഞ് അവനോട് മോശപ്പെട്ട് സംസാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? 5 താലന്ത് കിട്ടിയവനും 3 താലന്ത് കിട്ടിയവനുമൊക്കെ അവരുടെ കഴിവിനനുസൃതമായിട്ടല്ല പോയി ബിസിനസ് നടത്തുന്നത്. പകരം അവർക്ക് തങ്ങളുടെ യജമാനനെക്കുറിച്ച് നല്ലൊരു ചിത്രം, വ്യക്തമായൊരു ചിത്രം മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ്, യജമാനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ പോയി ആ വ്യാപാരം നടത്തുന്നത്. എന്നാൽ ഈ 1 താലന്ത് മാത്രം കിട്ടിയ വ്യക്തിയാകട്ടെ, അയാൾക്ക് യജമാനനെക്കുറിച്ച് വളരെ വികലവും വികൃതവുമായൊരു ചിത്രമാകിയാൽ സ്വന്തം യജമാനനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, യജമാനനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ കിട്ടിയ 1 താലന്ത് കൊണ്ടുപോയി വ്യാപാരം നടത്തി അതിനെ കൂടുതലാക്കി യജമാനെ തിരികെ നൽകുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. ദൈവത്തെക്കുറിച്ചുള്ള വികലവും വിചിത്രങ്ങളുമായ ചിത്രങ്ങൾ നമ്മുടെ ഹൃദയത്തിലുള്ളതാകിയാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. പത്രോസിൻ്റെയും യൂദാസിൻ്റെയും കഥയും ഇതുതന്നെയാണ്. പത്രോസും യൂദാസും ചെയ്ത പാവം ഏകദേശം ഒന്ന് തന്നെയാണ്. രണ്ടുപേരും ഈശോയെ തള്ളി പറഞ്ഞു. പക്ഷേ പത്രോസിന് ഈശോയെക്കുറിച്ച് നല്ലൊരു ചിത്രം തന്നെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ യജമാനൻ, എൻ്റെ ഗുരുവും നാഥനുമായ ഈശോ അവനോട് ക്ഷമിക്കും, അവൻ ക്ഷമിക്കുന്ന നാഥനാണ്, അവൻ സ്നേഹിക്കുന്ന നാഥനാണ്, അവൻ വാത്സല്യനിധിയായ നാഥനാണ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് പത്രോസ് അനുതപിക്കുന്നു, കണ്ണീരൊഴുക്കി കരയുന്നു, അവൻ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്നു. എന്നാൽ യൂദാസ് ആകട്ടെ, അവന് ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായ ചിത്രമില്ലാതാകിയാൽ, വ്യക്തമായൊരു ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ അവന് അനുതാപത്തോടെ, കണ്ണീരോടെ ഈശോയിലേക്ക് തിരികെ മടങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. വിശാലേറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്തു. എളിമയെന്ന മനോഭാവവും അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള നല്ലൊരു ഇമേജും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം ദൈവകൃപയാണ്, ദി ഗ്രേസ് ഓഫ് ഗോഡ്. ഗ്രേസ് ഇല്ലാതെ, കൃപയില്ലാതെ പ്രാർത്ഥിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. എന്നാൽ ഇനി കൃപയില്ലാത്തത് കൊണ്ട് എൻ്റെ അച്ഛ പ്രാർത്ഥിക്കാത്തതെന്ന് ആരും പരാതിപ്പെടുകയും വേണ്ട. നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കൃപയെ പ്രാർത്ഥനയിലൂടെ തന്നെ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ദൈവമേ കൃപ നൽകണമേ എന്നുള്ളതായിരിക്കണം. അല്ലെങ്കിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ളതായിരിക്കണം. അപ്പോൾ ദൈവകൃപയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തുടക്കം കുറിക്കാം. ഓർക്കുക, പരിശുദ്ധാത്മാവിനാൽ പൂരിതയായിട്ടാണ് പരിശുദ്ധ അമ്മ സ്തോത്രഗീതം ആലപിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് തന്നെയാണ് സ്ലീഹന്മാരും ഗുരുമുഖത്തു നിന്നും സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന പഠിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്.
ഒരു നിമിഷം മൗനമായിട്ട് കണ്ണുകളടച്ച് നമുക്ക് നമ്മെ തന്നെ നല്ല തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈശോയെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26 ഞങ്ങൾ കാണുന്നത് പോലെ വേണ്ടവിധം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ നിറയ്ക്കുകയും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ അങ്ങയുടെ നല്ലൊരു രൂപം ഞങ്ങളുടെ ഹൃദയത്തിൽ തീർക്കുകയും എളിമയെന്ന മനോഭാവത്തിൽ ഞങ്ങളെ വളർത്തുകയും ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.